ഹലോ മിസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സംസാരിക്കാൻ പോകുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കുറിച്ചാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് തങ്ങളുടെ രണ്ടാം കിരീടം ലക്ഷ്യമിട്ടാണ് പാറ്റ് കമ്മിൻസിൻ്റെ നേതൃത്വത്തിൽ IPL 19 സീസൺ കളിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ വളരെ ഒരു ആവറേജ് പ്രകടനമായിരുന്നു സൺറൈസേഴ്സിൻ്റെ ഭാഗത്തു നിന്നത്. ഒരു 6ാം സ്ഥാനക്കാരായാണ് കഴിഞ്ഞ സീസൺ അവസാനിപ്പിച്ചത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ലാസ്റ്റ് മത്സരത്തിൽ KKRനെതിരെ നല്ലൊരു ബിഗ് വിന്നാണ്. അതായത് ഒരു 278 എന്നൊരു വൺ സ്കോർ അടിച്ചിട്ട് 110 റൺസിൻ്റെ ഒരു മാർജിനിലാണ് സൺറൈസേഴ്സ് വിജയിച്ചത്. അങ്ങനൊരു നല്ലൊരു മാച്ചോട് കൂടിയാണ് സൺറൈസേഴ്സ് കഴിഞ്ഞ സീസൺ അവസാനിപ്പിച്ചത്. ഇഷാൻ കിഷൻ, ട്രാവിസ് ഹെഡ്, ഹെൻറി ക്ലാസൻ, ലേറ്റസ്റ്റായി ടീമിലെത്തിച്ച ലിയാൻ ലിവിങ്സ്റ്റോൺ എന്നീ എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻമാരുടെ ഒരു മികവ് തന്നെയായിരിക്കും സൺറൈസേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് വേണമെങ്കിൽ പറയാം. ബാറ്റിംഗ് സ്ട്രെങ്ത്താണ് സൺറൈസേഴ്സിനെ അവരുടെ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത് കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ 19 സീസൺ കളിക്കാനുള്ള സൺറൈസേഴ്സിൻ്റെ ടീമിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ വരാം. നിങ്ങൾ ചാനലൊന്ന് കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സൺറൈസേഴ്സ് കഴിഞ്ഞ സീസണിൽ റിലീസ് ചെയ്ത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധേയമായത് മുഹമ്മദ് ഷമി, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ സ്പിന്നറായ ആഡം സാംബ എന്നിവരുടെ ഒരു റിലീസാണ്. മുഹമ്മദ് ഷമിയെ ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് ട്രേഡ് ചെയ്യാണ് ഉണ്ടായത്. പിന്നെ ബാക്കിയുള്ള പ്ലേയേഴ്സിനെ നോക്കാൻ രാഹുൽ ചഹാർ, രാഹുൽ ചഹാറിനെ ചെന്നൈ ടീമിലെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിയാൻ മുൾഡർ, സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടർ. പിന്നെ അഭിനവ് മനോഹർ, പിന്നെ അഥർവ ടേഡ്, സച്ചിൻ ബേബി, മലയാളി താരം സച്ചിൻ ബേബിനെ സൺറൈസേഴ്സ് റിലീസ് ചെയ്തു. സിമർജീത് സിംഗ് എന്നിവരെയാണ് സൺറൈസേഴ്സ് ടീമിൽ നിന്ന് ഒഴിവാക്കിയ പ്ലേയേഴ്സ്. അപ്പോൾ നമുക്ക് സൺറൈസേഴ്സ് ബൈ ചെയ്ത താരങ്ങൾ ആരൊക്കെ നോക്കിയാൽ വെച്ചാൽ, ആദ്യമേ തന്നെ ലിയാൻ ലിവിങ്സ്റ്റോൺ, ബാംഗ്ലൂർ RCBയുടെ താരമായ ലിയാൻ ലിവിങ്സ്റ്റോണെ 13 കോടിക്കാണ് സൺറൈസേഴ്സ് തങ്ങളുടെ ടീമിലെത്തിച്ചത്. കഴിഞ്ഞ സീസണിൽ RCBക്ക് വേണ്ടി അത്ര നല്ല പ്രകടനമൊന്നും ആയിരുന്നില്ല, എന്നാലും പ്രോമിസിങ് ഒരു ഓൾറൗണ്ടർ തന്നെയാണ് ലിയാം ലിവിങ്സ്റ്റോൺ. അതുതന്നെ ജാക്ക് എഡ്വാർഡ്സ്, ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് ലീഗിലൊക്കെ കളിച്ച് പരിചയമുള്ള ജാക്ക് എഡ്വാർഡ്സിനെ 3 കോടിക്ക് ടീമിലെത്തിച്ചിട്ടുണ്ട്. പിന്നെ ശിവൻ മാവി, സ്പേസർ ശിവൻ മാവിനെ 75 ലക്ഷത്തിനോട് ടീമിലെത്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിടി ഡൊമസ്റ്റിക് ഇന്ത്യൻ ക്രിക്കറ്റിനെയാണ് സൺറൈസേഴ്സ് ടീമിലെത്തിച്ചത്. ഒരു പുതിയ കളിക്കാർക്ക് കുറച്ചും കൂടി അവസരം കൊടുക്കുന്ന ഒരു സമീപനമാണ് സൺറൈസേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പറയാച്ച സലീൽ അറോറ 1.5 കോടിക്ക്, അതുപോലെ തന്നെ ശിവാങ് കുമാർ, സാക്കിബ് ഹുസൈൻ, ഓൻകാർ ടമൽ, അമിത് കുമാർ, പ്രഫുൽ ഹിഞ്ചെ, ക്രെയിൻസ് ഫ്ലുട്ടേര എന്നിവയുടെ 30 ലക്ഷം രൂപ ബേസ് പ്രൈസിലാണ് സൺറൈസേഴ്സ് ടീമിലെത്തിച്ചത്. ഇതിൽ കൂടുതലും ബോളേഴ്സാണ് കൂടുതലും വരുന്നത്. ഈ പാറ്റ് കമ്മിൻസും ശിവമാവിയും ഹർഷൽ പട്ടേലും നേതൃത്വം കൊടുക്കുന്ന ഒരു ബോളിംഗ് നിരയിലേക്ക് കൂടുതൽ ബോളേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് സൺറൈസേഴ്സിൻ്റെ ഒരു വരവ്. കാരണം ബാറ്റിങ്ങിൽ അവർക്ക് പേടിക്കാനില്ല. ഇഷാൻ, ട്രാവിസ് ഹെഡ്, ക്ലാസൻ, അതുപോലെ ലിവിങ്സ്റ്റോൺ എന്നിവരൊക്കെ ഉള്ളതുകൊണ്ട് ബാറ്റിങ്ങിലധികം പ്രശ്നമില്ല. ബോളിങ്ങിലാണ് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ അതിനുള്ളൊരു ചുവടുവയ്പ്പാണ് ഈ കുറച്ചൊരു ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ സൺറൈസേഴ്സ് ടീമിലെത്തിച്ചത്. പിന്നെ അത് ഒരു റീപ്ലേസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഡേവിഡ് പെയിന് പകരം ജാക്ക് എഡ്വേർഡ്സ്. ഡേവിഡ് പെയിനായിരുന്നു ആദ്യം ടീമിലുണ്ടായിരുന്നത്. ഇഞ്ചേർഡായി പുറത്തു പോയതിന് പകരം ജാക്ക് എഡ്വേർഡ്സിനെയാണ് സൺറൈസേഴ്സ് ടീമിലെത്തിച്ചത്. സൺറൈസേഴ്സിൻ്റെ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ട്രാവിസ് ഹെഡ്, സമരാൻ രവിചന്ദ്രൻ, അനികേത് വർമ്മ എന്നിവരാണ് ബാറ്റേഴ്സായി വരുന്നത്. ഓൾറൗണ്ടേഴ്സായിട്ട് വരുന്നത് അഭിഷേക് ശർമ്മ, കമിൻറ്റു മെൻഡിസ്, നിതീഷ് കുമാർ റെഡ്ഡി ഉണ്ട്, ലിയാം ലിവിങ്സ്റ്റോൺ, ഹർഷ് ദുബെ, ശിവാങ് കുമാർ. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് ഇഷാൻ കിഷനും ഹെൻറി ക്ലാസനും പിന്നെ സലീൽ അറോറ. ബോളേഴ്സായി വരുന്നത് ബ്രൈഡൻ കാർസ് ഉണ്ട്, പാറ്റ് കമ്മിൻസ് ഉണ്ട്, ഇഷാൻ മലിംഗ് ഉണ്ട്, ജയദേവ് ഉനക്കെട്ട് ഉണ്ട്, ഹർഷൽ പട്ടേൽ ഉണ്ട്, തീഷൻ അഷ്മിൻസാരി ഉണ്ട്, സാക്കിബ് ഹുസൈൻ ഉണ്ട്, ഓൻകാർ ടമൽ, അമിത് കുമാർ, പ്രഫുൽ ഹിഞ്ചെ, ക്രെയിൻസ് ഫ്ലുട്ടേര, ശിവം മാവി, ഡേവിഡ് പെയിൻ. അങ്ങനെ ഒരു വലിയൊരു ബോളിംഗ് നിരയാണ് സൺറൈസേഴ്സിനുള്ളത് നമുക്ക് പറയാം. അതായത് ബോളിംഗ് അവർ പരമാവധി പരിശീലിപ്പിച്ച് നോക്കിയിട്ട് നല്ല പിക്ക് എടുക്കാനുള്ള ശ്രമത്തിലാണ്. ബോളിംഗ് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തതാണ് സൺറൈസേഴ്സ് 19 സീസൺ കളിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് സൺറൈസേഴ്സിൻ്റെ ഈ IPL സീസണിലെ ആദ്യഘട്ടത്തിൽ മത്സരങ്ങൾ ആരൊക്കെയായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ മത്സരം മറ്റാരുമായിട്ടല്ല, റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായിട്ട് IPL ഓപ്പണിംഗ് മാച്ച് തന്നെയാണ് മാർച്ച് 28-ന്. പിന്നീട് ഏപ്രിൽ 2-ന് KKR ആയിട്ടാണ്, ഏപ്രിൽ 5-ന് ലക്നൗ സൂപ്പർ ജയൻസ് ആയിട്ടും, ഏപ്രിൽ 11-ന് പഞ്ചാബ് കിങ്സ് ആയിട്ടാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ മത്സരങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ
ഈ സൺറൈസേഴ്സിൻ്റെ ഒരു നിലവാരമൊക്കെ നമുക്ക് ഈ ഒരു മത്സരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അടുത്തൊരു ടീമിൻ്റെ വിശേഷങ്ങളുമായി വീട്ടിൽ കാണാം.